ഈ പുള്ളി ആദ്യം ട്യൂട്ടോർ നടത്തി. ആ ട്യൂട്ടോർ നടത്തി കുട്ടി പഠിപ്പിക്കാൻ വന്നാണ് ഒരു കുട്ടിയെ സ്നേഹിച്ച് ഇതായത്, വിവാഹം കഴിച്ച്. അങ്ങനെ അതിനുശേഷമാണ് അതിൽ 3 പെമ്മക്കളുണ്ട്. ചേട്ടൻ അയൽവാസിയാണോ? ഞാൻ തൊട്ടപ്പുറത്തേക്ക് താമസിക്കുന്നത്. ഞാൻ ടിവിയിൽ ഇപ്പൊ വാർത്ത കേട്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങിയത്. നമ്മള് കരിക തൊട്ടടുത്താണെന്ന് നമ്മൾ സംഭവം അറിഞ്ഞില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നാളായിട്ട് പുള്ളി പരിചയമുണ്ട്? ഞാൻ ഈ കൊച്ചുനാള് മുതലേ നമ്മള് അങ്ങേരെ അവിടെ ട്യൂട്ടോറിയൽ കാര്യങ്ങളൊക്കെ നമ്മള് കരിക സ്കൂളിന്റെ അവിടെ, കരിക സ്കൂളിന്റെ പണിക്കക്കുടി കോവിൽ എന്ന് പറയും, അതിന്റെ അടുത്ത് ഒരു ട്യൂട്ടോറിയൽ, പണ്ട് കാലത്ത് ട്യൂട്ടോറിയൽ ഉണ്ടായിരുന്നു. ട്യൂട്ടോറിയൽ കുട്ടികളെയൊക്കെ പഠിപ്പിച്ചാണ് ഈ ഒരു കുട്ടിയെ സ്നേഹിച്ച് അതിൽ 3 മക്കളുണ്ടായിരുന്നു. 3 മക്കളുണ്ട്. ഈ പുള്ളി ആദ്യം ട്യൂട്ടോർ നടത്തി. ആ ട്യൂട്ടോർ നടത്തി കുട്ടി പഠിപ്പിക്കാൻ വന്നാണ് ഒരു കുട്ടിയെ സ്നേഹിച്ച് ഇതായത്, വിവാഹം കഴിച്ച്. അങ്ങനെ അതിനുശേഷമാണ് അതിൽ 3 പെമ്മക്കളുണ്ട്. അതിനുശേഷം പുള്ളി എന്ത് ചെയ്തു? അതിനുശേഷം ഈ ട്യൂട്ടോറിയൽ പരിപാടി കഴിഞ്ഞ് പ്രശ്നമാവുമെന്ന് വിചാരിച്ച് നേരെ മറ്റേ മുട്ടക്കച്ചവടത്തിന് പോയി. മുട്ടക്കച്ചവടത്തിന് പോയതിനു ശേഷമാണ് ഈ ശംഖുമുഖത്ത് വെച്ച് ഈ മുട്ട എറിയാന്തര കൊണ്ട് മുട്ട ആരാന്തര എടുത്ത് എറിഞ്ഞു കൊടുത്ത് എന്തര പരിപാടി നടന്നുകൊണ്ട് താമസത്ത്. അങ്ങനെ അത് കഴിഞ്ഞ് അങ്ങേര് ഇവിടെ നിന്ന് നാട് വിട്ടുപോയി. കുറെ നാൾ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങോട്ട് വന്നത്. പണ്ട് താമസിക്കുന്ന ഇവിടെ അല്ലായിരുന്നു? അല്ല, ശംഖുമുഖം ആദ്യം ശംഖുമുഖം. ഇവിടെ താമസിക്കാൻ തുടങ്ങിയത് എത്ര നാളായി? ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് എങ്ങനെയായാലും ഒരു 40-45 കൊല്ലത്തിന് പുറത്തായി. പുള്ളിക്ക് ഏകദേശം എത്ര വയസ്സ് വരും? ഒരു 65 വയസ്സിനകത്തു. അപ്പൊ ഈ നാട് വിട്ട് പോയതിനു ശേഷം പുള്ളി സ്വാമിയായിട്ടാണോ വരുന്നത്? സ്വാമിയായിട്ടാണ് വന്നത്. ഈ പുള്ളിക്കാരനാണ് ഞാൻ അറിഞ്ഞില്ല. സംഭവം ഞാൻ അറിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ നമ്മൾ ഇതിൻ്റെ അമ്പലത്തിലെ കോവിൽ ഉത്സവത്തിൻ്റെ അന്ന്, തേരെളുപ്പിൻ്റെ അന്ന് ഞാൻ ഇങ്ങനെ തേരെളുപ്പിന് പോയപ്പോഴത്തേക്കാണ് ഈ സംഭവം ഇങ്ങേരാണെന്ന്, ഇങ്ങേരവിടെ പൂജയും മറ്റേ ഇതൊക്കെ ഇട്ട് അടിച്ചു വരിക്കണം, വടിയൊക്കെ ഇട്ട് അടിച്ച് പൂജ എല്ലാം നടന്ന് അവിടെ എന്തോരൊക്കെ നടന്ന് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇങ്ങേരാണെന്ന് പിന്നീടാണ് സംഭവം ഞാൻ അറിഞ്ഞത്. പക്ഷെ ഇത് ഇപ്പൊ ഈ വാർത്ത കണ്ടപ്പോഴത്തേക്കാണ് ഞാൻ അറിയണത്. അപ്പോ ഈ പുള്ളി സ്വാമിയായിട്ട് ഇവിടെ വേറെ ആൾക്കാരൊക്കെ വരാറുണ്ട്? അതിനെപ്പറ്റിയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഈ സ്വാമി അതിനേഷമുള്ള കാര്യങ്ങൾ അറിയില്ല. അപ്പൊ ഇന്ന് പോലീസ് വന്നത് അറിഞ്ഞിരുന്നോ? അത് ഞാൻ ഇപ്പൊ വാർത്ത കേട്ടിട്ടാണ് വന്നത്.